ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണം ക്ഷീരവികസന വകുപ്പ് മന്ത്രി. സർ, ഞാൻ ആദ്യമേ തന്നെ ഈ ധനാഭ്യർത്ഥന പ്രമേയം അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നിയമസഭാ സാമാജികർ സംസാരിച്ച ചില കാര്യങ്ങൾക്ക് മറുപടിയും കൂടെ പറയാം. മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലകൾക്ക് 2024-25 സാമ്പത്തിക വർഷം പദ്ധതി വിഹിതമായി ലഭിച്ചിരുന്ന തുക 392.4 കോടി രൂപയാണ്. ഇതിൽ 274.45 കോടി രൂപ മൃഗസംരക്ഷണ വകുപ്പിനും അനുബന്ധ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിക്കും കൂടിയാണ്. 117.95 കോടി രൂപ ക്ഷീരവികസന വകുപ്പിനും മിൽമയ്ക്കും ചേർന്നാണ്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനോടൊപ്പം കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്ന പ്രവർത്തനങ്ങളും നടത്തുകയുണ്ടായി. ഈ വെല്ലുവിളികൾക്കിടയിലും വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങൾ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പുകളിലും അനുബന്ധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കൊണ്ടുവരുവാനായി സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് ഒട്ടേറെ പദ്ധതികൾ ഞങ്ങൾ കഴിഞ്ഞ വർഷവും പ്രഖ്യാപിച്ചു, അതിന് മുമ്പത്തെ വർഷവും പ്രഖ്യാപിച്ചിരുന്നു, ഇത്തവണയും പ്രഖ്യാപിച്ചു. എല്ലാം സമയബന്ധിതമായി നടപ്പിലാക്കിക്കൊണ്ട് മാത്രമാണ് ഈ മൃഗസംരക്ഷണ ക്ഷീരവികസന ഈ ഡയറി ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇന്ന് മുന്നോട്ട് പോകുന്നത് എന്ന് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. ഇവിടെ നമ്മുടെ സാമാജികർ ഒട്ടനവധി നമ്മുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ ഒരു വർഷത്തെ എന്തൊക്കെ നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളത് പലതും അവർ ഇന്ന് കാണിച്ചതാണ് എന്നുള്ളത് ഞാൻ ഇവിടെ പറയുകയാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ഹരീന്ദ്രൻ MLA ഇവിടെ ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു. ഡയറി കോളേജ് ആരംഭിക്കുന്നതിന് വേണ്ടി ക്ഷീരവികസന വകുപ്പിന് നെട്ടുകാൽ ചേലിയിൽ 16 ഏക്കർ സ്ഥലം അനുവദിക്കുന്ന തീരുമാനം ഗവൺമെൻറ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. സ്ഥലം ഇപ്പോൾ മാറ്റിയിട്ടിരിക്കുകയാണ്. റവന്യൂ വകുപ്പ് ഉൾപ്പെടെയുള്ളവരുടെ നല്ല സഹായം, അതിനുവേണ്ടി ഗവൺമെൻറ് സഹായം ഉൾപ്പെടെ കിട്ടി എന്നുള്ളതാണ് ആദ്യം തന്നെ ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്. ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ കോളേജിൻ്റെ തുടർ നടപടികൾ ആരംഭിക്കും. കാരണം ഡയറി കോളേജ് ഒരു മാസം 50,000 രൂപ നമ്മൾ അവർക്ക് വാടക കൊടുത്തുകൊണ്ടാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്തൊരു ഡയറി കോളേജ് ആവശ്യം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. അതിന് തുടക്കം കുറിക്കും. നമുക്കറിയാം, പുൽകൃഷി ഇവിടെ തന്നെ ഒട്ടേറെ നമ്മുടെ MLA മാർ പറഞ്ഞത് പുൽകൃഷി വ്യാപിപ്പിക്കുന്നില്ല എന്നാണ്. ഓരോ മാസം കൂടുന്തോറും പുൽകൃഷി ഞങ്ങൾ വ്യാപിപ്പിച്ചു കൊണ്ടുവരികയാണ്. ഇപ്പോൾ കിട്ടിയ നമ്മുടെ ഡയറി കോളേജ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ പുൽകൃഷി വ്യാപിപ്പിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമവും അവിടെ തന്നെ ഞങ്ങളിപ്പോൾ തുടങ്ങും. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇന്ന് ശ്രീ സണ്ണി ജോസഫ് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആൾ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആഫ്രിക്കൻ പന്നിപ്പനിയുടെ നഷ്ടപരിഹാരം പൂർണ്ണമാകാത്തത് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിക്കുവാൻ താമസം വന്നതാണ്. നമുക്കറിയാം, ഇതിനകത്ത് 50% കേന്ദ്ര ഗവൺമെൻറ്റും 50% കേരളത്തിലെ ഗവൺമെൻറ്റുമാണ് കൊടുക്കേണ്ടത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആഫ്രിക്കൻ പന്നിപ്പനി ആദ്യഘട്ടത്തിൽ വന്ന്, ഞാനാണ് വയനാട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും എല്ലാ ഭാഗങ്ങളിലും വന്ന് നേരിട്ട് നമ്മുടെ കർഷകർക്ക് പണം കൊടുത്തത്. ഒരു കർഷകനും ഒരു പരാതിയുമില്ല. അവർ 25 ലക്ഷവും 30 ലക്ഷം രൂപയും ഒരുമിച്ച് അവർ കൈവാങ്ങിയത്. കാരണം അതിൻ്റെയൊക്കെ വെയിറ്റ് അനുസരിച്ച് കേന്ദ്രം പറഞ്ഞ അതേ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ആ ഫണ്ട് മുഴുവൻ കൊടുത്തത്. പക്ഷേ ഇപ്പം നമുക്കറിയാം, കുറച്ച് പേർ കൂടെ ഞങ്ങൾക്ക് കൊടുക്കാനുണ്ട്. അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് വന്നിരുന്നു. പണമൊക്കെ അലോട്ട് ചെയ്തു, ജില്ലയ്ക്ക് കൊടുത്തു കഴിഞ്ഞു. എപ്പോൾ വേണമെങ്കിലും അത് കൊടുക്കാം. MLAക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് കൊടുക്കാം. കാരണം നിയമസഭ ആയതുകൊണ്ട് മന്ത്രി എന്ന നിലയ്ക്ക് എനിക്ക് വരാൻ പറ്റാത്ത ഒരു താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് കൊടുക്കാം. എല്ലാ ജില്ലകൾക്കും ആ പണം എത്തിച്ചു കഴിഞ്ഞു. പിന്നെ തൊഴിലുറപ്പ് ക്ഷീരമേഖലയിൽ ഉൾപ്പെടുത്തുവാൻ കേന്ദ്ര സർക്കാരിന് എത്ര പ്രാവശ്യമാണ് ഞാൻ പോയത്? നിരവധി പ്രാവശ്യം. കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങളുടെ സെക്രട്ടറി കണ്ടു, മന്ത്രിയെ നേരിട്ട് കണ്ടു, നമ്മുടെ കേരളത്തിലെ മുഴുവൻ MPമാരെ നേരിട്ട് കാണുകയും അവർക്ക് കത്തുൾപ്പെടെ കൊടുത്തു. നിങ്ങളൊന്ന് നമ്മുടെ പാർലമെൻറ്റിൽ അത് ഉന്നയിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അത് പ്രാവർത്തികമാക്കുവാൻ പറ്റിയില്ല. പക്ഷേ അതും കൂടി കിട്ടിയാൽ ക്ഷീരമേഖലകളിൽ ഒരു പുത്തൻ ഉണർവ് സൃഷ്ടിക്കുവാൻ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ആ മേഖല കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ നമ്മുടെ മുനിസിപ്പാലിറ്റികളിൽ, കോർപ്പറേഷനുകളിൽ ഈ പദ്ധതി ഇന്ന് നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഗ്രാമപ്രദേശത്ത് നമുക്കിത് നടപ്പിലാക്കുവാൻ സാധിച്ചിട്ടില്ല. വീണ്ടും ഞങ്ങൾ തുടർന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് വീണ്ടും അഭ്യർത്ഥിക്കുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്.
അതുപോലെ പശുത്തൊഴുത്ത്, കന്നുകാലിക്കൂട്, അസോള ടാങ്ക്, പുൽകൃഷി തുടങ്ങിയവ ഇതെല്ലാം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ചില MLA മാർ അതൊക്കെ ചോദിച്ചു. ഇത് യഥാർത്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതനുസരിച്ച് ഇപ്പോൾ തൊഴുത്ത് നിർമ്മാണം ഇതെല്ലാം നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. പുൽകൃഷിയും അവരെ കൊണ്ട് തന്നെ വെച്ച് പിടിപ്പിക്കുവാനുള്ള സംവിധാനമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ കുറുക്കോളി മൈദീൻ ഇവിടെ സ്ഥലത്തില്ല. അദ്ദേഹം ഇത് കേൾക്കേണ്ടതായിരുന്നു. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുന്നതല്ല. നമ്മുടെ ഈ ഫാം ലൈസൻസ് ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ ഈ ഗവൺമെൻറ് വന്നപ്പോൾ തന്നെ ഞങ്ങൾ ആരംഭിച്ചു. പലവട്ടം ഇപ്പോൾ ഞങ്ങൾ ഇരുന്നു. കാരണം പശുക്കളെ മാത്രമല്ല, 5 പശുക്കളെ കൂടുതൽ വളർത്തി അതിൻ്റെ ലൈസൻസ് വേണം. 100 കോഴികളെ മാത്രം വളർത്തിയാൽ പറ്റത്തില്ല. ഞങ്ങളിപ്പോൾ അത് 1000 കോഴിയാക്കണമെന്ന് പറഞ്ഞു. പശുക്കളെ 20 എണ്ണമെങ്കിലും മിനിമം വേണമെന്ന് പറഞ്ഞു. ഞങ്ങളത് ഏത് വിധത്തിലും നടപ്പിലാക്കുവാൻ വേണ്ടി ഇന്ന് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ചർച്ച പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതും കൂടെ വന്നാൽ കുറേ മാറ്റം നമ്മുടെ കർഷകർക്ക് ഉണ്ടാകുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ ഞങ്ങളിത് നടപ്പിലാക്കുവാനുള്ള ഒരു ശ്രമത്തിലാണ് പോകുന്നത്. കന്നുകുട്ടി പരിപാലന പദ്ധതി വഴി തീറ്റ സൗജന്യം ഇന്ന് നൽകുന്നു. അതിന് ഭരണാനുമതി ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ വർഷം തന്നെ 42 കോടി രൂപ ഇന്ന് നമ്മൾ അതിനു വേണ്ടി വകയിരുത്തിയിട്ടുണ്ട്. കേട്ടില്ലല്ലോ മിനിസ്റ്റർ. കന്നുകുട്ടി പരിപാലന പദ്ധതിയെക്കുറിച്ചാണ് പറഞ്ഞത്. അതനുസരിച്ചിട്ട് ഈ കിടാവിനെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ പണം നമ്മൾ കൊടുക്കുന്ന പണം ഉണ്ടല്ലോ, നമ്മൾ സഹായിക്കുന്നത്, ആ പണത്തിൻ്റെ ഒരുപാട് കുടിശ്ശിക വന്നിട്ടുണ്ട് എന്നുള്ളൊരു പരാതി വന്നിട്ടുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുമോ? അത് ഞങ്ങളൊന്ന് പരിശോധിക്കാം. അങ്ങനെ വല്ലതും വന്നിട്ടുണ്ട്, എൻ്റെ ശ്രദ്ധയിൽ അത് വന്നിട്ടില്ല. അത് ഞങ്ങൾ നോക്കാം. ഞങ്ങളിപ്പം കന്നുകുട്ടികളെ തന്നെ കേരളത്തിന് പുറത്തു പോയി എടുക്കാതെ കേരളത്തിൽ തന്നെ കന്നുകുട്ടികളെ വളർത്തിയെടുക്കുവാൻ പറ്റാവുന്ന കിടാരി പാർക്കുകൾ നമ്മളിപ്പോൾ ആരംഭിച്ചു. അത് ഇടുക്കിയിലുണ്ട്, എറണാകുളത്തുണ്ട്, കൊല്ലം ജില്ലയിലുണ്ട്. നമുക്ക് ചെയ്യാവുന്നിടത്തെല്ലാം ഞങ്ങളത് പരമാവധി കൊണ്ടുവരിക. അവിടുത്തെ കന്നുകുട്ടികളെ പുറത്തൊന്നും പോകത്തില്ല. ആ കന്നുകുട്ടികളെ മുഴുവൻ കേരളത്തിലെ ക്ഷീര കർഷകർക്ക് മാത്രം കൊടുത്താൽ മതി എന്നുള്ളൊരു നിബന്ധനയും ഞങ്ങൾ അതിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞങ്ങൾ ആലോചിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാം. പിന്നെ ഈ ഗോസമൃദ്ധി ഇൻഷുറൻസിന് ഈ വർഷം 6 കോടി രൂപ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഇവർ പലരും ഇല്ല എന്ന് പറയുമ്പോൾ അതിന് വെച്ചിട്ടുണ്ട്. ക്ഷീരസാന്ത്വനം ഇൻഷുറൻസ് പദ്ധതി കഴിഞ്ഞ വേണേയും കൊണ്ടുവരണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ നമുക്ക് പ്ലാനിംഗ് ബോർഡിൻ്റെ ചില അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നം കാരണം അത് മാറ്റി വെക്കേണ്ടി വന്നു. നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ഇതാണ് ഞങ്ങൾ ചെയ്തത്. ക്ഷീരസ്വാതന്ത്ര്യം ഇൻഷുറൻസ് ക്ഷേമനിധി വഴി ഇന്ന് നടപ്പിലാക്കുന്നുണ്ട്. അത് നമ്മുടെ ഇവിടെ നമുക്ക് പ്ലാനിംഗ് ബോർഡിൻ്റെ അംഗീകാരം കിട്ടാത്തത് കൊണ്ട് കേരളത്തിലെ 3 മിൽമ മേഖലക്കാരെ ഞങ്ങൾ വിളിച്ചു. ക്ഷേമനിധി ബോർഡിനെ കൂടി ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ടാണ് 3 കോടി രൂപ ഇപ്പോൾ അതിനുവേണ്ടി നീക്കിവെച്ച് ഞങ്ങളത് ചെയ്യുന്നത്. എപ്പോഴും പറഞ്ഞ സമയമില്ലെന്ന് ഒരുപാട് ചർച്ച വരികയാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, മിൽമ ജീവനക്കാരുടെ ശമ്പള കരാർ 2021 അവസാനിച്ചതാണ്. ആ ശമ്പള കരാർ രണ്ടാമത് 9/5/2023 ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ സാന്നിധ്യത്തിൽ ട്രേഡ് യൂണിയനുമായി ചർച്ച നടത്തി അത് അംഗീകരിച്ചതാണ്. 13 മാസം പിന്നിട്ടു. സർക്കാർ അനുമതി കൊടുക്കാത്തതുകൊണ്ട് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. സർക്കാരിന് ഒരു സാമ്പത്തിക ബാധ്യതയും ഇല്ലാത്ത ഈ കാര്യത്തിൽ അടിയന്തരമായി അനുമതി കൊടുക്കാൻ തയ്യാറാവണം. ഇത് അപ്പോഴെപ്പോഴും പറയണം. ഇത് 2021 മുതലുള്ളത് ഇപ്പോൾ അംഗീകരിച്ചത് ഞാനും കൂടെ വലിയ തർക്കമൊക്കെ വന്നതാണ്. ഒരു ദിവസം മെനക്കെട്ട് ഒരു മന്ത്രി എന്ന നിലയ്ക്ക് മിൽമയുടെ ചർച്ചയിൽ പോയി പങ്കെടുത്തു. അത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 18% വർധനവാണ് ജീവനക്കാർക്ക് ഇപ്പോൾ കൊടുത്ത 18% ശമ്പളത്തിൽ വർധനവ്. അത് മാത്രമല്ല, അവർക്ക് 2021 മുതലുള്ളത് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അത് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. 60% ആദ്യഘട്ടത്തിൽ കൊടുക്കാൻ തീരുമാനിച്ചു. 40% ഇനിയിപ്പോൾ ഇവിടെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ കൊടുക്കും. മിൽമയുടെ ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു തർക്കവുമില്ല. ഇന്ത്യയിൽ ഇന്ന് ഇപ്പോൾ ഈ പാൽ വില നമ്മുടെ കുറുക്കോളി ആണെന്ന് തോന്നുന്നു പറഞ്ഞത്, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പാൽ വില കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. അതെന്താണ് മനസ്സിലാക്കാത്തത്? പാലിൽ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത്, എഴുന്നേക്കൊന്നും വേണ്ട, ഞാൻ ഇരിക്കത്തില്ല ഇനി. പാൽ എന്താണെന്ന് പറഞ്ഞാൽ ശരി ഇരിക്കെ അങ്ങനെ നമ്മുടെ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആ പാലിൽ ഇന്ത്യ പാൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിനകത്ത് ഭൂരിപക്ഷവും നമുക്കറിയാം. ഇന്ന് അതിൽ ഉൽപ്പാദനക്ഷമത കൂടുതലുള്ളത് നമ്മുടെ ഈ കേരളം 3ാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്കറിയാം, ഒരു ആവറേജ് പശുവിൽ നിന്ന് 10.77%. മുമ്പ് അത് 1-2 ആയി കിടന്നത് ഇപ്പോൾ 7% ഒരു പശുവിൽ നിന്നും പാലിൻ്റെ
എന്താണ് ലിറ്റർ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പം ഞാനല്ല ഇത് വിലയിരുത്തിയത്, നമ്മുടെ സംസ്ഥാനം ഇത് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നമ്മുടെ അന്തർദേശീയ സെമിനാറിലാണ് ഇത് പരാമർശിക്കുകയുണ്ടായത് എന്നുള്ളത് കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. ഇപ്പോൾ ശരാശരി 42 രൂപ ഒരു ലിറ്ററിന് നമ്മുടെ മിൽമ വഴി കൊടുക്കുന്നു. നമുക്കറിയാം നമ്മുടെ കർഷകരെല്ലാം പാൽ ഉൽപ്പാദിപ്പിക്കുന്നെങ്കിലും അതിൻ്റെ പകുതിയെങ്കിലും പാലുകൾ പുറത്തെ വീടുകളിലാണ് കൊടുക്കുന്നത്. മിനിമം 60 രൂപ വെച്ച് കിട്ടുന്നു എന്നുള്ളത് കർഷകർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. അതിനകത്ത് ഞങ്ങൾ വിലക്കിയിട്ടില്ല, അവരതും കൂടെ നടത്തട്ടെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. മിൽമ സംഭരിക്കുന്ന പാലിൻ്റെ വിൽപ്പനയിൽ 80.5% കർഷകർക്കാണ് ഇന്ന് കൊടുക്കുന്നത്. അവരുടെ ലാഭവിഹിതം മിൽമ കൊടുക്കുന്നത് അത് കൃത്യമായിട്ട് പാലിന് സബ്സിഡി ആയിട്ട് കൊടുക്കുന്നു. ഇപ്പം നമുക്കറിയാമല്ലോ, വേനൽ സീസൺ വന്നപ്പോഴും അവർ 1 ലിറ്റർ പാലിന് 3 രൂപ വെച്ച് കൊടുത്തു. നമ്മുടെ എറണാകുളം മേഖല കൊടുത്തു, തിരുവനന്തപുരം മേഖലയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തീറ്റയ്ക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട്. സൈലേജ് ഉൾപ്പെടെ കേരളത്തിലെ ഏറ്റവും നല്ല പശു കഴിക്കേണ്ടുന്ന, കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കേണ്ടുന്ന സൈലേജ് ഉൾപ്പെടെ ഇന്ന് കേരളത്തിൽ സബ്സിഡിയോടുകൂടി മിൽമ അത് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഈ വർഷത്തെ പദ്ധതിയിൽ കേരളത്തിൽ നമ്മൾ കൂടുതൽ സൈലേജ് കൊണ്ടുവരുവാനും സബ്സിഡിയോടുകൂടി ക്ഷീര കർഷകർക്ക് കൊടുക്കുവാനുമുള്ള പുതിയ പദ്ധതികൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇന്ന് അനൂപ് പറഞ്ഞതുപോലെ ക്രമാനുഗതമായിട്ട് ഇന്ന് വർദ്ധിച്ചു വരികയാണ്. എല്ലാ വർഷവും 2400 ഹെക്ടറിൽ നമ്മൾ സ്ഥലത്ത് പുതുതായി ഇന്ന് കൃഷി ആരംഭിച്ചിട്ടുണ്ട്. അത് ഇല്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ക്രമാതീതമായി വർദ്ധിപ്പിച്ചു വരിക. നമുക്കറിയാം സ്ഥലത്തിൻ്റെ ഒരുപാട് കുറവുണ്ടായിരിക്കുകയാണ്. കേരളത്തിൽ ഒരുപാട് സ്ഥലം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഉള്ള സ്ഥലത്ത് പുൽകൃഷി വ്യാപിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമം, പുൽകൃഷി നടത്തുന്ന കർഷകർക്ക് സബ്സിഡി ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് അവരെ ഞങ്ങൾ നിലനിർത്തുന്നത്. മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ഉണ്ട്, അതിൻ്റെ പ്രവർത്തനം ഇപ്പം മെച്ചപ്പെട്ടു വരികയാണ്. ഇവിടെ ആരോ സംസാരിച്ചതുപോലെ അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ ഫണ്ടിൽ കുറവ് വന്നത് മൂലമാണ് ഇടക്കാലത്ത് വിറ്റുവരവ് കുറഞ്ഞത്. എന്നാൽ ഇപ്പോൾ എടയാറിലും പുനലൂരിലും 2 പുതിയ പ്ലാന്റുകൾ അവർ സ്ഥാപിച്ചു കഴിഞ്ഞു. 100 ദിന പരിപാടിയിൽ ഇത്തവണ 250 പുതിയ വിപണനശാലകൾ അവർ ആരംഭിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ ജൂൺ വരെയുള്ള വിറ്റുവരവ് 193 ലക്ഷമായിരുന്നു അവർക്ക് മീറ്റ് പ്രോഡക്ട്സിന്. പക്ഷേ ഇത്തവണ മാർച്ച് മുതൽ ജൂൺ വരെ വിറ്റുവരവ് 241 ലക്ഷമാണ്. അപ്പോൾ ഉദ്ദേശം 50 ലക്ഷം രൂപയുടെ വർധനവ് അവർക്കിപ്പോൾ വന്നിട്ടുണ്ട്. 3 മാസത്തെ വിൽപ്പനയിൽ മാത്രമാണ് അത് വന്നത്. എല്ലാ പ്ലാന്റുകളും പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ വർഷം പ്രവർത്തനം മൂലധനം സാമ്പത്തിക സഹായമായി 12 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മിൽമ പൗഡർ ഫാക്ടറി, ലിൻഡോ അത് അറിഞ്ഞില്ലെന്ന് തോന്നുന്നു, കേരളത്തിൽ മിൽമയുടെ ഒരു പൗഡർ ഫാക്ടറി ഇപ്പോൾ നിലവിൽ വന്നു കഴിഞ്ഞു. അതിൻ്റെ ഉദ്ഘാടനം എനിക്ക് തോന്നുന്നു 1 മാസം 2 മാസത്തിനകം നടക്കും. 132 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ്. അതാണിപ്പോൾ ഇവിടെ പൂർത്തീകരിക്കാൻ പോകുന്നത്. ഈ വർഷം ഡിസംബറിന് മുമ്പ് തന്നെ അത് ഉദ്ഘാടനം നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി നടത്തും. പിന്നെ മിൽമയുടെ മറ്റ് വിവിധ ഉൽപ്പന്നങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഒരുപാട് മിൽമ ഉണ്ടാക്കുകയാണ്. നമുക്ക് പാൽ എത്ര കിട്ടിയാലും അത് അധികം വന്നാൽ പൊടിയാക്കാം, പക്ഷേ പാലുണ്ടെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയാണ്. മിൽമയിൽ 40-ൽ പരം നമ്മുടെ ഐസ്ക്രീമുകൾ മാത്രം നിയമനിർമ്മാണം ഉൾപ്പെടെ ഉള്ളതാണ് കേരളത്തിലുണ്ട്. അതെ, ചുരുക്കം ഓട്ടിച്ചൊന്നെങ്കിലും പറയണ്ടേ. അപ്പോൾ എത്ര ഉൽപ്പന്നങ്ങളുണ്ടെങ്കിലും കേരളത്തിൽ ഇപ്പോൾ വിപണനം ചെയ്യുവാനുള്ള സംവിധാനമുണ്ട്. ഇന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് മിൽമയുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതിയും ചെയ്യുന്നുണ്ട്. പിന്നെ പന്നി കർഷകരുടെ നഷ്ടപരിഹാരം ഞാൻ പറഞ്ഞതാണ്. 5.18 കോടി രൂപയാണ് ഈ സർക്കാർ കൊടുത്തു തീർത്തത്. ഈ രോഗത്തിനുള്ള നഷ്ടപരിഹാരം 50% വെച്ചാണ് കേന്ദ്രം നമുക്ക് തരുന്നത്. മൃഗാശുപത്രികളുടെ മരുന്ന് ക്ഷാമം നമ്മുടെ ഈ കേരളത്തിൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പദ്ധതി വിഹിതമായി ലഭിക്കുന്ന തുക ഉപയോഗിച്ച് നമ്മുടെ ഈ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴിയാണ് ഇപ്പോൾ മരുന്ന് വാങ്ങി എല്ലാ മൃഗാശുപത്രികളിലും എത്തിക്കുന്നത്. ഇതുകൂടാതെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പദ്ധതികൾ തയ്യാറാക്കി അവരാണ് ഇപ്പോൾ കൂടുതൽ നമുക്ക് മരുന്നുകൾ നമ്മുടെ മൃഗാശുപത്രികളിലേക്ക് എത്തിക്കുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത്, ഈ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന 2 സ്ഥാപനങ്ങളാണ് കാലിത്തീറ്റകൾ. വലിയ വിലയെന്നാണ് പറഞ്ഞത്. പൊതുമേഖലയിലെ മറ്റ് സ്ഥാപനങ്ങൾ വിൽക്കുന്ന കാലിത്തീറ്റകളേക്കായും വളരെ വില കുറഞ്ഞ നിലയിലാണ് പൊതുമേഖലയിൽ നമ്മുടെ ഈ കേരള ഫീഡ്സും മിൽമയും കൊടുക്കുന്ന തീറ്റ. ഇത്തവണ അവർ വില കുറച്ച് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ ചാക്കിനും 50 രൂപ വെച്ച് കേരള ഫീഡ്സ് കുറച്ചിട്ടുണ്ട്. മലബാർ യൂണിയൻ ആണെന്നുണ്ടെങ്കിൽ മിൽമ ഒരു ചാക്കിന് 250 രൂപയാണ് ഇപ്പോൾ കുറച്ച് കൊടുക്കുന്നത്. തിരുവനന്തപുരം യൂണിയൻ ചാക്കൊന്നിന് 100 രൂപ കുറച്ച് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഇപ്പം മുതൽ പ്രാവർത്തികമായി കഴിഞ്ഞു.
ഈ വർഷം ഇന്ന് കന്നുകുട്ടി പരിപാലന പദ്ധതിയിൽ അനുഭവിച്ച 442 കോടി രൂപയിൽ 23 കോടിയോളം രൂപ പുതുതായി വരി ചേർക്കുന്ന കന്നുകുട്ടികൾക്ക് സബ്സിഡി നിരക്കിൽ തീറ്റ നൽകാനുള്ളതാണ്. അതിനുള്ള ഭരണാനുമതിയും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ തിരുവിഴാംകുന്ന് ഏവിയൻ സയൻസ് കോളേജിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചു. അവിടെ കുറേ കുട്ടികൾ പഠിക്കുന്നുണ്ട്, ബിരുദ കോഴ്സാണ്. ആൺകുട്ടികൾക്കാണ് അവിടെ ഹോസ്റ്റൽ സൗകര്യമില്ലാത്തത്. അത് ചെയ്യാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കും. അടുത്ത പദ്ധതിയിൽ തന്നെ കോളേജ് നമുക്കവിടെ സ്ഥാപിക്കാനുള്ള തീരുമാനം എടുക്കും. കാരണം അവിടെ നമ്മുടെ കുറച്ച് സ്ഥലം പോയപ്പോൾ കുറച്ച് പണമൊക്കെ കിട്ടിയിട്ടുണ്ട്. വനിതാ ഹോസ്റ്റൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്നത് ഒന്ന്, ക്ഷീര കർഷകർക്കായി മിനിസ്റ്റർ സമയം പോകും, അത്രയേ ഉള്ളൂ. അല്ലല്ല, പറഞ്ഞു തീർക്കട്ടെ. നമ്മൾ 1-2 തവണ യോഗം ചേർന്ന് തീരുമാനം കൊടുത്താണ്, നടപ്പിലായിട്ടില്ല. അത് ഈ തവണ നടപ്പിലാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ്. ചെയ്തു തരാം. ഞാൻ പേഴ്സണലായിട്ട് സംസാരിച്ചതാണ്. പിന്നെ ഇതിൽ ഒന്നുള്ളത്, ഞാൻ ഇരിക്കുന്നില്ല ഇനി. നമ്മുടെ ഇപ്പോൾ വേനൽ ചൂടാണ്. ഇവിടെ പറഞ്ഞു നമ്മുടെ ക്ഷീര കർഷകരെ ഒന്നും സഹായിക്കുന്നില്ല. വേനൽ ചൂട് കേരളത്തിൽ അടിച്ചപ്പോൾ നമുക്കറിയാം, ഞങ്ങൾ അതിൻ്റെ കണക്കെടുത്ത് പശുക്കളുടെ എല്ലാ ജില്ലകളിലെ ഉദ്യോഗസ്ഥരെ വിളിച്ചു കയറ്റി 496 പശുക്കളാണ് വേനൽ ചൂടിൽ മരണപ്പെട്ടത്. അപ്പം ഞങ്ങൾ നോക്കിയിരുന്നില്ല. ആ വേനൽ ചൂടിൽ മരണപ്പെട്ട പശുക്കൾക്കുള്ള ആനുകൂല്യം ഉൾപ്പെടെ ദുരന്ത നിവാരണ ഫണ്ട് ഞങ്ങൾക്കിപ്പോൾ എന്തായാലും നമ്മുടെ റവന്യൂ വകുപ്പ് കുറച്ച് ഫണ്ട് ഇപ്പോൾ അനുവദിച്ച് തന്നിട്ടുണ്ട്. അത് ഞങ്ങളിപ്പോൾ ഉപയോഗിക്കും. 1,98,24,800 രൂപ റവന്യൂ കഴിഞ്ഞ ആഴ്ചയിലത്തെ അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ അദ്ദേഹം അത് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ചർമ്മമുഴ വന്നു. 1-2 പശുക്കൾക്കല്ല, ചർമ്മമുഴ വന്നത് കേരളത്തിലെ 11,587 കന്നുകുട്ടികൾക്കാണ്, പശുക്കൾക്കാണ് ഉണ്ടായത്. അതിൽ 294 എണ്ണം മരണപ്പെട്ടു. 1.27 കോടി രൂപ നഷ്ടപരിഹാരം ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ആരെങ്കിലും ഇനിയും കിട്ടാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ പേപ്പർ സഹിതം കൊണ്ടുവന്നാൽ നമുക്ക് കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല. കുളമ്പ് രോഗം കഴിഞ്ഞ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 6 മാസം കൂടുമ്പോൾ വളരെ കൃത്യതയോടുകൂടി കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾ അത് വാക്സിൻ വന്നാൽ അത് നല്ലതുപോലെ ഞങ്ങൾ നടപ്പിലാക്കുക. ഇപ്പം 4ാം ഘട്ടത്തിലേക്ക് കുളമ്പ് രോഗത്തിൻ്റെ വാക്സിൻ ഇപ്പോൾ ഈ മാസം മുതൽ തുടങ്ങാൻ പോവുകയാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന അടുത്ത ഈ ബ്രോസില്ല രോഗം വന്നു, അതിനും ഞങ്ങൾ വേണ്ടുന്ന വാക്സിൻ കൊടുക്കുന്നു. പന്നിപ്പനി ഇപ്പം പ്രധാനമായിട്ടും വരുന്ന പക്ഷിപ്പനിയാണ്. വളരെയധികം പ്രശ്നങ്ങളാണ് പക്ഷിപ്പനിയിലൂടെ നമ്മുടെ കേരളത്തിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ, നിങ്ങളോടടുത്ത് നമ്മുടെ MLA-മാരടുത്ത് പ്രത്യേകിച്ച് വിളിച്ച് പറയണമെന്ന് തീരുമാനിച്ചത്, ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ പക്ഷികളെ ഇന്ന് ഞങ്ങൾ കൊന്നൊടുക്കിയിരിക്കുന്നത്. 85,297 പക്ഷികൾ, കോട്ടയത്ത് 22,202 പക്ഷികൾ, പത്തനംതിട്ടയിൽ 7,290 എണ്ണം. ആകെ അങ്ങനെ 11,47,089 പക്ഷികളെ കൊന്നൊടുക്കി. ഇപ്പോൾ വളരെ ഗുരുതരമായ പ്രശ്നം വന്നിരിക്കുന്നത്, ആലപ്പുഴ ജില്ല മുഴുവൻ പക്ഷിപ്പനി വ്യാപിച്ചു കഴിയും. ഞങ്ങൾ ഒരുപാട് ഞങ്ങളുടെ ദ്രുതകർമ്മ സേന ഉൾപ്പെടെയുള്ളവരുടെ നല്ല പ്രവർത്തനം നടത്തി. പക്ഷേ ഇപ്പോൾ ആകാശത്തുകൂടെ പറക്കുന്ന പ്രാവിന് വന്നു, കാക്കയ്ക്ക് വന്നു, മയിലിന് വന്നു, ഇപ്പം ഏറ്റവും അവസാനം കൊക്കിനും വന്നു. 4 പക്ഷികളെയും ഞങ്ങളിപ്പോൾ ഭോപ്പാലിൽ അയച്ചു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഇതിനൊക്കെ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ആലപ്പുഴ ജില്ലയിലെ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടതാണ്. കോട്ടയത്ത് ഒരു താലൂക്കിൽ വന്നു, പത്തനംതിട്ടയിലെയും ഒരു താലൂക്കിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞു. അടിയന്തര നടപടി അതിന് എടുക്കുവാനുള്ള സംവിധാനം ചെയ്തിരിക്കുകയാണ്. കേന്ദ്രത്തിന് കത്തെഴുതിയിരിക്കുകയാണ്. അവരുടെ മറുപടി വന്നാൽ വളരെ പെട്ടെന്ന് അതിനുള്ള മാറ്റം ഞങ്ങൾ വരുത്തും. പിന്നെ ഈ മിൽമ നമുക്കറിയാം, ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, മിൽമ നല്ല ലാഭത്തിൽ പോകുന്നൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ നല്ലൊരു ശതമാനവും ഭൂരിപക്ഷവും കൊടുക്കുന്നത് ക്ഷീര കർഷകർക്കാണ്. ഇപ്പോൾ കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കാൻ നമുക്കറിയാം, പാലിൽ സ്വയം പര്യാപ്തത വേണം. ഞാൻ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇത് കൊണ്ടുവരാമെന്ന് ശ്രമിച്ചുകൊണ്ട് നമ്മുടെ പാലിന് സബ്സിഡി കൊടുക്കുവാനുള്ള ശ്രമം ഗ്രാമപഞ്ചായത്ത് 3 രൂപ കൊടുക്കുന്നുണ്ട്, ഇന്നും കൊടുക്കുന്നുണ്ട്. അത് ഈ സംശയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിൽ ചെന്ന് അവരുടെ പദ്ധതി വെച്ചിട്ടുണ്ടോ ഇല്ലയോ. ഞങ്ങൾ തദ്ദേശ സ്വയംഭരണവുമായിട്ട് ഒരുമിച്ചിരുന്നു. മന്ത്രിയുടെയും ഒരു കത്ത് അവിടെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം മിക്കവാറും ഉള്ള പഞ്ചായത്ത്, ഇല്ലാത്തവരെ ഞങ്ങൾ കണ്ടെത്തും. അവരെല്ലാം പണം കൊടുക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് അതാത് മാസം കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്ഷീരവികസന വകുപ്പ് 1 രൂപയായിരുന്നു അന്ന് കൊടുക്കാൻ ആദ്യം തീരുമാനിച്ചത്. അത് തദ്ദേശ സ്വയംഭരണം അന്ന് പദ്ധതി പാസ്സാക്കാത്തതുകൊണ്ട് കൊടുത്തതാണ്. പക്ഷേ ഒരാൾക്ക് 2.5 ലക്ഷം, 2 ലക്ഷം, 1 ലക്ഷം ഒക്കെ വെച്ച് കൊടുത്തു. ഇവിടെ 40% പരിധി ഇവിടെ ചില ആൾക്കാർ പറഞ്ഞു. അത് പക്ഷേ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പരിധിയാണ്. നമുക്ക് മന്ത്രിയെ കൊണ്ട് എന്തെങ്കിലും ഇളവ് വരുത്താൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് അതിൽ നോക്കാം.
അതുകൊണ്ട് ഇത്തവണ കൂടുതൽ പാല് കൊണ്ടുവരുവാൻ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണം തന്നെ 40ഓളം ഗ്രാമപഞ്ചായത്തുകളിൽ പുതിയ 10,000-കണക്കിന് പശുക്കളെ കൊടുക്കാനുള്ള സംവിധാനത്തിലേക്ക് ഇപ്പോൾ പുതിയ പദ്ധതി തദ്ദേശ സ്വയംഭരണത്തിൻ്റെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കുവാനുള്ള ശ്രമമാണ്. 5 പശുവും 10 പശുവും 20 പശുവിൻ്റെ യൂണിറ്റ് നമ്മുടേതുണ്ട്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാർക്ക് ഓരോ പശുവും 90% സബ്സിഡിയിൽ കൊടുക്കുന്നു. പിന്നെ നമ്മുടെ വെറ്റിനറി യൂണിവേഴ്സിറ്റി നിരവധിയായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കി നല്ല മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരികയാണ്. ഞാൻ ഇനിയിപ്പോൾ എല്ലാത്തിലും കയറി പറയുന്നില്ല. പിന്നെ ഒന്ന് മോഹൻ MLA പറഞ്ഞതുപോലെ, മോഹൻ MLA പറഞ്ഞതുപോലെ നമ്മുടെ കെപ്കോയിൽ നിന്ന് മുട്ട ഉൽപ്പാദനത്തിന് പുതിയ പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവരുന്നുണ്ട്. കുഞ്ഞു കൈകളിൽ കോഴിക്കുഞ്ഞ്, അതോടൊപ്പം തന്നെ ആശ്രയ പദ്ധതി, ഇതെല്ലാം അവർ കൊണ്ടുവരുന്നതാണ്. അതെല്ലാ ഗ്രാമപഞ്ചായത്തിലും അതും ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് പരമാവധി ഈ മുട്ട ഉൽപ്പാദനം നടത്തുക. കേരള ചിക്കൻ പദ്ധതി വിപുലമായ നിലയിൽ കേരളത്തിൽ നടപ്പിലാക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളിപ്പോൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. സമയക്കുറവ് കൊണ്ടും ഇനിയും ഒരുപാട് ചർച്ച ഉണ്ടായതുകൊണ്ടും ഞാൻ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും തന്നെ പോകാതെ ഇന്നിവിടെ നമുക്ക് നമ്മുടെ ഈ പദ്ധതി ഞങ്ങളുടെ അനുവദിച്ചു തരണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. Yes, thank you.